അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമദാൻ റഹ്മത്തിൻ്റെ മാസമാണ്, കാരുണ്യത്തിൻ്റെ മാസം. അതുപോലെ പാപമോചനത്തിൻ്റെയും മാസമാണ്. നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥന എത്രമേൽ മനസ്സറിഞ്ഞുകൊണ്ടും നിഷ്കളങ്കമായും പ്രതീക്ഷ വെച്ചുകൊണ്ടുമാണ് എന്നത് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ഖുർആൻ നമ്മോട് പറയുന്നത്, അള്ളാഹു നമ്മെ വിളിക്കുകയാണ്, കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ചു പോയ എൻ്റെ ദാസന്മാരെ. അള്ളാഹുവിൻ്റെ വിളി തന്നെ, അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ദാസന്മാരെ എന്നാണ് അള്ളാഹു വിളിക്കുന്നത്. പക്ഷേ ആ ദാസന്മാർ എത്ര തന്നെ നന്നാവാൻ ആഗ്രഹിച്ചാലും, എത്ര തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചാലും അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്, തെറ്റുകൾ പറ്റുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു വിളിക്കുന്നത് തന്നെ സ്വന്തത്തോട് അതിക്രമം കാണിച്ച ദാസന്മാരെ എന്നാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു പോയി, നിങ്ങൾക്ക് തെറ്റുകൾ ഒരുപാട് പറ്റിപ്പോയി, തെറ്റുകളിൽ മുഴുകി നിങ്ങൾ ജീവിച്ചു, ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അല്ലാത്തൊരു പ്രയോഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുന്നതാണ്. അള്ളാഹു അത്രയും തിന്മകൾ പൊറുക്കുന്നവനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ദാസനോട് കാരുണ്യമുള്ളവനുമാണ് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ച് ആ നല്ല പോസിറ്റീവായ ചിന്ത നമുക്കുണ്ടാകണം. ഒരിക്കലും ഒരു വൃദ്ധയായ സ്ത്രീ പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റിൽ മുഴുകി ജീവിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ പാവങ്ങൾ മുഴുവൻ അത് വീതം വെച്ച് ഈ ലോകത്തുള്ള ഓരോ ആളുകൾക്കും നൽകിയാൽ അവരെല്ലാവരും തിന്മയിൽ മുങ്ങി താണു പോവും. അത്രമാത്രം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പാപമോചനമുണ്ടോ എന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട്. റസൂൽ ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ, മുസ്ലിം ആയിട്ടുണ്ടോ? ആ സ്ത്രീ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഥവാ ഞാൻ വിശ്വാസിയായിരിക്കുന്നു എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. ആ വൃദ്ധയായ സ്ത്രീക്ക് അപ്പോഴും സംശയമുണ്ടായി, എൻ്റെ എല്ലാ തെറ്റും പുറത്തോ? റസൂലിനോട് അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, എൻ്റെ എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു തരുമോ? റസൂൽ വീണ്ടും അവരോട് പറഞ്ഞു, എല്ലാ തെറ്റുകളും പുറത്തു തരും. അള്ളാഹുവിനെ കുറിച്ച് അത്രമേൽ ആഴത്തിലുള്ള വിശ്വാസം പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാകണം. മറ്റൊരു സംഭവമുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ പ്രവാചകനോടൊപ്പം ഇശാ നമസ്കരിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മടങ്ങുന്ന വഴിയിൽ വെച്ച് ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീയോട് ഞാൻ അഭിവാദ്യം പറഞ്ഞു, സലാം പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി എൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു, സുന്നത്ത് നമസ്കരിക്കാൻ ആരംഭിച്ചു. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കവേ ആ സ്ത്രീ ആരോ വന്ന് വാതിൽ മുട്ടുന്നു. ഞാനങ്ങനെ നിസ്കാരം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആ സ്ത്രീയാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ വന്നത്? അവർ പറഞ്ഞു, എനിക്കൊരു ഫത്വ അറിയണം, ഒരു വിധി അറിയണം. അദ്ദേഹം ചോദിച്ചു, അബൂ ഹുറൈറ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരിക്കൽ വ്യഭിചരിച്ചിട്ടുണ്ട്. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എനിക്ക് പാപമോചനം കിട്ടുമോ? ഇത്രയും കുറ്റകൃത്യം ചെയ്ത താങ്കൾക്ക് എങ്ങനെ പാപമോചനം കിട്ടും? ഒരിക്കലും കിട്ടില്ല എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ നെഞ്ചത്ത് കൈയടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിറ്റേന്ന് രാവിലെ പ്രവാചകൻ്റെ പള്ളിയിൽ വന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് അബൂ ഹുറൈറ പ്രവാചകനോട് ഈ സംഭവം പറയുകയാണ്. ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പ്രവാചകരെ എന്ന്. അള്ളാഹുവിൻ്റെ റസൂല് അബൂ ഹുറൈറയോട് വിവരണമായ മുഖത്തോടുകൂടി ചോദിച്ചത്, എന്തൊരു അബദ്ധമാണ് അബൂ ഹുറൈറ താങ്കൾ ചെയ്തത്? എന്തൊരു അപരാധമാണ് നിങ്ങൾ ആ സ്ത്രീയോട് കാണിച്ചത്? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സൂറ ഫുർഖാനിലെ ഒരായത്ത് ഓതി കേൾപ്പിച്ചു. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ എന്ന് തുടങ്ങുന്ന ആയത്ത്. സത്യവിശ്വാസികൾ അവർ ശിർക്ക് ചെയ്യുകയില്ല, വ്യഭിചരിക്കുകയില്ല, ആരെയും കൊല്ലുകയില്ല എന്ന് പറയുന്ന ആയത്തിൻ്റെ അവസാന ഭാഗം ഇല്ലാമൻ താബ, അങ്ങനെ ചെയ്യുന്നവർക്ക് മാരകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ, പശ്ചാത്തപിച്ചവർക്കൊഴികെ, വിശ്വസിക്കുകയും പിന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ, അഥവാ പശ്ചാത്താപവും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ എത്ര വലിയ തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കുമെന്ന് പറയുന്ന ഖുർആനിക വചനം അബൂ
അബൂ ഹുറൈറ, താങ്കൾ മറന്നുപോയോ എന്ന് റസൂൽ ചോദിക്കുകയും അപ്പോൾ മുതൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, അപ്പോൾ മുതൽ ഞാൻ ആ സ്ത്രീയെ അന്വേഷിച്ച് നടന്നു, പകൽ മുഴുവൻ നടന്നു. അന്ന് രാത്രി ഇശാഇൻ്റെ സമയത്താണ് ഞാൻ ആ സ്ത്രീയെ കണ്ടുമുട്ടിയത്. കണ്ടയുടൻ ഞാൻ അവരോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ വർത്തമാനം പറഞ്ഞു, അഥവാ താങ്കൾക്ക് മാപ്പുണ്ട് എന്ന് റസൂല് പറഞ്ഞു എന്ന്. ഉടൻ ആ സ്ത്രീ നിലത്ത് വീണ് സുജൂദിൽ കിടന്നു അള്ളാഹുവിന് ശുക്ർ ചെയ്തു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത്, എനിക്ക് പാപമോചനം തന്ന എൻ്റെ റബ്ബിന് സകല സ്തുതികളും എന്നാണ്. അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരിക്കലും നിരാശരാകരുത്. എത്ര തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചാലും, എന്തെല്ലാം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, വഴികേടിൻ്റെ വഴികളിലൂടെ എത്രയോ ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിരാശരാവരുത്. അള്ളാഹുവിനെ കുറിച്ച് ബോധ്യം വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, പശ്ചാത്തപിക്കണം. ഈ പരിശുദ്ധ റമളാൻ അത്തരമൊരു പശ്ചാത്താപത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒക്കെയായി മാറട്ടെ. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കും.